മഴത്തോരും മുൻപയുടെ വരാനിരിക്കുന്നൊരടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബാലചന്ദ്രനോടായി മനു പറഞ്ഞ ഓരോ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറത്തായിരുന്നു. ഹൃദയത്തിന് താങ്ങാൻ കഴിയാത്ത ആ വാക്കുകൾ ബാലചന്ദ്രനെ വല്ലാതെ ഉലച്ചുകളഞ്ഞു. ബാലചന്ദ്രന് അതൊന്നും കേട്ട് നിൽക്കാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. ബാലചന്ദ്രൻ ആ കോള് കട്ട് ചെയ്ത ഉടനെ തന്നെ അതേപോലെ കുഴഞ്ഞു വീഴുകയായിരുന്നു ബാലചന്ദ്രനും. തൻ്റെ മക്കളായ രോഹിത്തും ബബിതയും കൃഷ്ണമോളും കൂടി തന്നെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ വിവരം വിളിച്ച് മനുവിനെയും അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വൈജ ശിവശങ്കരനെയും. എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു. ബാലചന്ദ്രൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് തന്നെയാണ് ഡോക്ടറും പറയുന്നത്. ബാലചന്ദ്രൻ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ സംസാരിക്കാനുള്ള സാഹചര്യമുണ്ടായപ്പോൾ അലീനയെ കാണണമെന്ന് ഡോക്ടറോട് പറയുകയും ചെയ്തിരുന്നു. ഈ വിവരം ഡോക്ടർ വന്ന് മനുവിനെയും മറ്റുള്ള ബന്ധുക്കളെയും അറിയിക്കുമ്പോൾ വൈജയുടെ മുഖഭാവം വല്ലാതെയാവുകയായിരുന്നു. വൈജയ്ക്ക് അതൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ വൈജ ഒന്നും പറയാതെ നിൽക്കുകയാണ്. ശിവശങ്കരൻ മനുവിൻ്റെ അടുത്ത് വന്ന് മനുവിനോടായി പറയുന്നുണ്ട്, നീ അലീനയെ വിളിച്ച് കാര്യം പറയാൻ. അതേപോലെ തന്നെ മനു അലീനയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുകയായിരുന്നു. ഇതെല്ലാം കേട്ട അലീനയ്ക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ ശക്തികളെല്ലാം ചോർന്നു പോയ പോലെ തോന്നി. അലീനയുടെ അവസ്ഥ മനസ്സിലാക്കി റാണിമോള് ഈ വിവരം ചെന്ന് തൻ്റെ സഹോദരനായ ലാലിച്ചനോടും പറയുന്നുണ്ട്. ലാലിച്ചന് വിശ്വസിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കായിരുന്നു. അപ്പോഴേക്കും ഓടി വന്ന അലീന തൻ്റെ പപ്പയോട് പറയുന്നുണ്ട്, പപ്പ, എനിക്കെൻ്റെ അച്ഛനെ കാണണം ഉടനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന തൻ്റെ പപ്പയ്ക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയാണ്. അലീനയ്ക്ക് തൻ്റെ അച്ഛനോടുള്ള സ്നേഹം കണ്ട് ഒരു നിമിഷം സ്റ്റാൻലി അന്താളിച്ച് നിൽക്കുകയായിരുന്നു. ജന്മം നൽകിയ തന്നെക്കാളേറെ അവൾ ആ അച്ഛനെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന്. ഉടനെ തന്നെ സ്റ്റാൻലി അവരോട് രണ്ടാളോടുമായി റെഡിയായി വരാൻ പറഞ്ഞു. രണ്ടുപേരെയും ഒരുമിച്ച് തന്നെ കൂട്ടി ബാലചന്ദ്രൻ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു സ്റ്റാൻലിയും. എന്നാൽ ഇതേ സമയം ഹോസ്പിറ്റലിൽ മനുശങ്കറിന് ഒട്ടും തന്നെ ഇതൊന്നും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. താൻ കാരണമാണല്ലോ ഇപ്പോൾ അങ്കിളിന് ഈ അവസ്ഥ വന്നതെന്ന് മനു സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മറ്റാരോടും ഇത് പറയാനും കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ബാലചന്ദ്രൻ്റെ വിവരമറിഞ്ഞ് ഗംഗേട്ടനും രാജീവനുമെല്ലാം മനുവിനെ തന്നെയാണ് വിളിക്കുന്നത്. മനുവിനെ സംസാരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഗംഗാധരൻ മനുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റി മനു? നീ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ. എനിക്കറിയാം നിനക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ബാലചന്ദ്രൻ എന്ന്. എങ്കിലും ആ കുട്ടികൾക്കിപ്പോൾ താങ്ങായും തണലായും നീ ഒരാളല്ലേ ഉള്ളൂ. നീ ഇങ്ങനെ തളർന്നു നിന്നാൽ എങ്ങനെയാണ് ശരിയാവുക? നീ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യണേ. ഞാൻ ശിവനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ എനിക്കെത്താൻ കഴിയില്ല. എങ്കിലും നോക്കട്ടെ നാളെ എത്താൻ പറ്റുമോ എന്ന്. എന്താണ് ഇപ്പോഴത്തെ ബാലചന്ദ്രൻ്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ മനു പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. മനു ഗംഗേട്ടനോടായി പറയുന്നുണ്ട്, വെല്ലിച്ച, ഞാനാണ് അങ്കിളിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനെന്ന്. ഇത് വിശ്വസിക്കാൻ കഴിയാതെ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, അതെന്താ നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞത്? വെല്ലിച്ച, ഞാൻ അലീനയുടെ അടുത്ത് പോയിരുന്നു. അലീനയുടെ പപ്പ എന്നോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അവിടെ ചെന്നപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്നിൽ നിന്നും നമ്മളെല്ലാവരിൽ നിന്നും അലീന വല്ലാതെ അകന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. നമ്മളെല്ലാവരെയും അവളിൽ നിന്നും വല്ലാതെ അവരകറ്റി മാറ്റി നിർത്തുന്നത് പോലെ എനിക്ക് തോന്നി. ആ വിഷമങ്ങളൊക്കെ ഞാൻ ബാലചന്ദ്രൻ അങ്കിളിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്കിള് ഉടനെ തന്നെ കോള് കട്ട് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരമണിക്കൂറിനുള്ളിൽ തന്നെ എന്നെ കുട്ടികൾ വിളിക്കുകയായിരുന്നു. അച്ഛന് തീരെ വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയായിരുന്നു പറഞ്ഞുകൊണ്ട്. വെല്ലിച്ച, അപ്പോൾ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാൻ തന്നെയല്ലേന്ന് ഒരിക്കൽ കൂടി ചോദിച്ചുകൊണ്ട് മനു വിങ്ങി പൊട്ടുകയായിരുന്നു. ഗംഗേട്ടൻ പറയുന്നുണ്ട്, മനു, നീ നിൻ്റെ അവസ്ഥ അദ്ദേഹത്തോട് പറഞ്ഞു. ബാലചന്ദ്രനും നിന്നോട് വിളിച്ച് അയാളുടെ വിഷമങ്ങൾ പറയാറുള്ളതല്ലേ. നിങ്ങൾ തമ്മിൽ അങ്ങനെയാണല്ലോ സംസാരിക്കുന്നതൊക്കെ. അത് അങ്ങനെ കണ്ടാൽ മതി മോനെ.
പിന്നെ എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഒരുപക്ഷെ അയാൾക്കും തോന്നിക്കാണും. അല്ലെങ്കിൽ തന്നെ അലീനയെ വിട്ടു പോന്നതിന് ശേഷം ബാലചന്ദ്രൻ വല്ലാതെ ഡൗൺ ആയിരുന്നു. പ്രത്യേകിച്ച് കുട്ടികളെ ഒരു ദിവസം വിളിച്ചപ്പോൾ ഞാനും പറഞ്ഞിരുന്നു, അച്ഛൻ വീട്ടിൽ സംസാരമൊക്കെ കുറവാണ്, എപ്പോഴും ചേച്ചിയെക്കുറിച്ചുള്ള സംസാരങ്ങളാണെന്നൊക്കെ. അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായി കാണും അവളെ അങ്ങനെ കൊണ്ടുവിട്ടതിൽ. ബാലചന്ദ്രന് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത കാര്യം തന്നെ ആയിരുന്നല്ലോ എന്നെല്ലാം ഗംഗാധരൻ പറഞ്ഞ് മനുവിനെ സമാധാനിപ്പിക്കുകയായിരുന്നു. മനുവിനോടായി ഗംഗാധരൻ പറയുന്നുണ്ട്, നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ ബാലചന്ദ്രനെ, അതേപോലെ തന്നെ അയാൾക്കും അങ്ങനെ തന്നെയാണ്. നീ അത്രയും ചിന്തിച്ചാൽ മതി മനു, നീ ഒരുപാട് ചിന്തിച്ച് വിഷമിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ തന്നെ മനു കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടറുമായി പോയി സംസാരിക്കുന്നുണ്ട്. നേഴ്സുമാരോട് വേണ്ട കാര്യങ്ങളൊക്കെ മനു ചോദിച്ചറിയുന്നുണ്ട്. വൈജയന്തിയും കുട്ടികളൊക്കെ വളരെ വിഷമത്തിൽ തന്നെയാണ്. അവർക്ക് എന്ത് ചെയ്യണം, ആരെ പോയി കാണണം, ആരോട് സംസാരിക്കണം എന്നൊന്നും ഒരു പിടി കിട്ടാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു അവരെല്ലാം നിൽക്കുന്നത്. തൻ്റെ അച്ഛൻ്റെ വീഴ്ച മക്കളെ 3 പേരെയും വല്ലാതെ തളർത്തിയിരിക്കുന്നതായി മനുവിന് മനസ്സിലായി. കാരണം മുമ്പത്തെ പോലെയല്ല. വൈജയന്തി അവരിൽ നിന്നും അകന്ന് നിന്നപ്പോൾ മുതൽ അലീന മക്കളെ അച്ഛനോടടുപ്പിക്കുകയായിരുന്നു. അച്ഛനെ നോക്കണമെന്ന് തന്നെയാണ് അലീന അവരെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സമയം ഒരുപാട് കടന്നു പോവേ പെട്ടെന്നായിരുന്നു ആ കാഴ്ച കൃഷ്ണമോള് കാണുന്നത്. അവൾ ഓടിച്ചെന്ന് ചേച്ചിയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. ചേച്ചി, അച്ഛൻ അച്ഛൻ എന്ന് മാത്രം അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. അലീനയ്ക്ക് തൻ്റെ സഹോദരിയെ എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടു നിന്ന റാണിമോൾക്കും സ്റ്റാൻലിക്കും വളരെ വിഷമം തോന്നി. തൻ്റെ അച്ഛനെ എത്രത്തോളം ഇവർ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒരു നിമിഷം സ്റ്റാൻലി തൻ്റെ മക്കളെക്കുറിച്ച് ആലോചിച്ചു. തൻ്റെ അച്ഛനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുകയും പോലും ചെയ്യാത്ത തൻ്റെ മക്കളെക്കുറിച്ച്. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ കുട്ടികളൊക്കെ അലീനയ്ക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് സ്റ്റാൻലിക്ക് വല്ലാത്ത അതിശയമാണ് തോന്നുന്നത്. അലീന നടന്ന് അവരുടെ അരികിലേക്ക് എത്തുകയായിരുന്നു, ബബിതയുടെയും രോഹിത്തിൻ്റെയും. അപ്പോഴേക്കും ബബിതയും തൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ബബിതയോടായി അലീന ചോദിക്കുകയായിരുന്നു, എന്തു പറ്റി അച്ഛന്, പെട്ടെന്ന് എന്താണ് അച്ഛന് പറ്റിയത്, അച്ഛൻ്റെ മെഡിസിനൊന്നും അച്ഛൻ കണ്ടിന്യൂ ചെയ്തിരുന്നില്ലേ, നിങ്ങളാരും അച്ഛനെ ശ്രദ്ധിച്ചിരുന്നില്ലേ എന്നൊക്കെ. ബബിത പറയുന്നുണ്ട്, അച്ഛൻ മെഡിസിനൊക്കെ കഴിച്ചിരുന്നു ചേച്ചി. ചേച്ചി പോയതിന് ശേഷം അച്ഛൻ സംസാരമൊക്കെ വീട്ടിൽ വളരെ കുറവ് തന്നെയാണെങ്കിലും അച്ഛൻ അങ്ങനെ ടെൻഷനുള്ളതായിട്ടൊന്നും തോന്നിയിരുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പറയാണ്, അച്ഛനത് പുറത്ത് കാണിക്കാഞ്ഞിട്ടാണ്. അച്ഛൻ്റെ മനസ്സ് മുഴുവനും എന്തൊക്കെയോ വിഷമങ്ങൾ കഴിഞ്ഞുകൂടി പോയിരുന്നു. ഞാനൊരു ദിവസം അച്ഛനോട് ചെന്ന് സംസാരിച്ചതാണ്. സമയമാകുമ്പോൾ എല്ലാം നിങ്ങളോട് പറയാമെന്നും അതെല്ലാം നിങ്ങളൊരു സമയത്ത് അറിയുമെന്നും മാത്രമാണ് അച്ഛൻ പറഞ്ഞതെന്ന് രോഹിത്ത് പറയുന്നുണ്ട്. എന്നാൽ മനുശങ്കറിന് അലീനയുടെ മുമ്പിലേക്ക് വരാൻ തന്നെ വല്ലാത്തൊരു പേടി തോന്നി. അലീന ഇതൊക്കെ അറിയുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് മനുവിന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. മനു അവിടെ മാറി നിൽക്കുകയായിരുന്നു. അലീന ഒരു നോട്ടം മനുവിനെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖമാകെ കരഞ്ഞ് കലങ്ങിയ കണ്ണുനീർ തുള്ളികൾ മുഖത്താകെ ഒട്ടി നിൽക്കുന്നതായി മനുവിന് കാണാമായിരുന്നു. എങ്കിലും മനുവിന് അലീനയുടെ അരികിലേക്ക് ചെല്ലാതിരിക്കാൻ കഴിയില്ലായിരുന്നു. ഡോക്ടർ മനുവിനോട് പറഞ്ഞിരുന്നു, ബാലചന്ദ്രന് അലീനയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഉടനെ തന്നെ മനു അത് ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് അലീനയുടെ അരികിലേക്ക് ചെന്നിട്ട് അലീനയോടായി പറയുന്നുണ്ട്, ഡോക്ടർ മുറിയിലേക്ക് നിന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. സ്റ്റാൻലി അന്ന് രാവിലെ നടന്ന ആ കാര്യങ്ങളൊക്കെ മറന്നുപോലെയാണോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ പെരുമാറാൻ പാടില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ എന്നറിയില്ല. സ്റ്റാൻലി മനുവിനോടായി പറയുന്നുണ്ട്, ഡോക്ടറുടെ അരികിലേക്ക് ഞാനും കൂടി വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന്. മനു ഇല്ലെന്ന് പറഞ്ഞു. മൂവരും കൂടി ഡോക്ടറുടെ മുറിയിലേക്ക് നടക്കുകയായിരുന്നു. അലീനയും സ്റ്റാൻലിയും റാണിമോളും വന്ന സമയത്ത് അവിടെ വൈജയന്തിയും ശിവശങ്കരനും ഉണ്ടായിരുന്നില്ല. ആ വരാന്തയിൽ തൻ്റെ മക്കൾ 3 മാത്രമേ അലീന കണ്ടിരുന്നുള്ളൂ. തൻ്റെ സഹോദരങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ട് അലീന ചുറ്റുപാടും നോക്കുന്നുണ്ടായിരുന്നു വൈജയെ. പക്ഷേ അവിടെയൊന്നും കാണാത്തത് കൊണ്ട് തന്നെ മനുവിനോടായി അവൾ ചോദിക്കുന്നുമുണ്ടായിരുന്നില്ല. അവർ മൂവരും കൂടി ഡോക്ടറുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഡോക്ടർ അലീനയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തു പറ്റി അച്ഛനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരാൻ? മോളാണല്ലോ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്, അതുകൊണ്ടാണ് എനിക്കും മോളെ കാണണമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ അലീന പറയാണ്,
കുറച്ച് ദിവസമായിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ മറ്റൊരു വീട്ടിലാണ്. അച്ഛൻ്റെ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ സഹോദരങ്ങൾ നോക്കിയിരുന്നു. അവരൊരു പിഴവും വരുത്തിയിട്ടില്ല എന്നൊക്കെ അലീന പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, മരുന്നിൻ്റെ പിഴവ് മൂലമൊന്നുമല്ല, വല്ലാത്തൊരു ടെൻഷനിലാണ് പുള്ളിയെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അതൊക്കെ നമുക്ക് പിന്നീട് ചോദിച്ചറിയാം. അലീനയെ കാണണം, സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അലീന ഒരു കാര്യം ശ്രദ്ധിക്കണം. പുള്ളിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അലീനയോട് സംസാരിക്കാനുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ വെപ്രാളത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും അദ്ദേഹത്തെ ഒരുപാട് സംസാരിക്കാൻ അലീന അനുവദിക്കരുതെന്ന് പറയുകയാണ്. അലീന ഉടനെ തന്നെ മനുവിനെയും സ്റ്റാൻലിയെയും കൂട്ടി തിരിച്ച് ഐസിയുവിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. ഒരു നേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം അലീന ബാലചന്ദ്രൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ബാലചന്ദ്രൻ അലീനയെ കണ്ടപാടെ എന്തൊക്കെയോ സംസാരിക്കാനുള്ള ഇങ്ങനൊരു വെപ്രാളം കാണിക്കുകയാണ്. അപ്പോൾ നേഴ്സ് ബാലചന്ദ്രനോടായി പറയുന്നുണ്ട്, സാർ ഓവറായിട്ട് ഇങ്ങനെ റിയാക്റ്റ് ചെയ്യരുത്, സാറിൻ്റെ ബോഡിക്ക് അത് ദോഷം ചെയ്യും. അലീനയോടും നേഴ്സ് പറയുന്നുണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് സംസാരിപ്പിക്കരുതെന്നൊക്കെ. ഇത് കേട്ടുകൊണ്ട് തന്നെ അലീന അച്ഛനോടായി പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന്. അത് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് ചേർന്ന് തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈകൾ അവളുടെ കൈകളിലേക്ക് കോർത്തു വെച്ചു. അവൾ ആ കൈകൾ പതിയെ തലോടിക്കൊണ്ട് ചോദിച്ചു, അച്ഛൻ്റെ കൂടെ എപ്പോഴും ഞാനില്ലേ, എന്തിനാണ് അച്ഛൻ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിക്കുന്നതെന്ന്. ബാലചന്ദ്രൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ അലീനയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ മോളെ? നിന്നെ ഞാനങ്ങനെ ആ വീട്ടിൽ അവിടെ എങ്ങനെ ഉപേക്ഷിച്ചു പോകുന്നതിന്? നിന്നെ ഞങ്ങളിൽ നിന്നെല്ലാവരിൽ നിന്നും നിന്നെ തടഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുകയാണെന്നുള്ള ചിന്ത നിനക്കുണ്ടോ എന്നൊക്കെ. ഇത് കേട്ടിട്ട് അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അലീന ബാലചന്ദ്രനോടായി പറയുകയാണ്, അച്ഛൻ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അച്ഛൻ എൻ്റെ നല്ലതിന് വേണ്ടി മാത്രമേ ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കിപ്പോൾ എൻ്റെ പപ്പയെ കിട്ടി, അമ്മയെ കിട്ടി, എൻ്റെ സഹോദരങ്ങളെ കിട്ടി. അതല്ല അച്ഛാ, ഇവിടെയും അവിടെയും ഒക്കെ 3 പേര് വെച്ച് 6 സഹോദരങ്ങളെ കിട്ടിയില്ലേ എനിക്ക്. ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊക്കെ എനിക്ക് എന്താ വേണ്ടത്? ബന്ധക്കാരില്ലെന്ന് പറഞ്ഞ് എന്നെ ആരും ഒറ്റപ്പെടുത്തത്തില്ലല്ലോ ഇനി എന്നൊക്കെ അലീന ഇങ്ങനെ തമാശയ്ക്ക് പറയാൻ ശ്രമിക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ മനുവിനെ നിന്നിൽ നിന്നും അകറ്റിയതായിട്ട് തോന്നുന്നുണ്ടോയെന്നും. ഇത് കേട്ട അലീനയ്ക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെയോ അറിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ മനുവേട്ടൻ വീട്ടിൽ വന്ന് പോന്നപ്പോൾ മനുവേട്ടനുണ്ടായ അവഗണന അച്ഛനോട് മനുവേട്ടൻ തന്നെ ആയിരിക്കുമോ പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ അലീനയ്ക്ക് വല്ലാത്ത ടെൻഷനായി. അലീന അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല അച്ഛാ, എല്ലാം അതിൻ്റേതായ സമയത്ത് തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അച്ഛൻ എന്തിനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതെന്ന് അലീന ചോദിക്കുകയാണ്. അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അച്ഛനോടായി അവളൊന്നും ചോദിച്ചില്ല. പക്ഷെ അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു, ബാലചന്ദ്രനെ വിളിച്ച് മനു എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ആ സങ്കടം സഹിക്കാൻ വയ്യാതെ തന്നെയാണ് അച്ഛനിപ്പോൾ ഈ സ്ട്രോക്ക് ഇങ്ങനെ വന്നതെന്ന് അലീനയ്ക്ക് ഉറപ്പായിരുന്നു. അലീന ബാലചന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ്. ബാലചന്ദ്രനോടായി അലീന തുറന്നു തന്നെ പറയുന്നുണ്ട്, അച്ഛാ, പപ്പയ്ക്ക് മനുവേട്ടനോട് യാതൊരു ദേഷ്യവുമില്ല. പക്ഷേ മനുവേട്ടൻ കൊല്ലപ്പള്ളിയിലെ ഒരു ആളാണെന്നുള്ള ദേഷ്യം അതുണ്ട്. മനുവേട്ടൻ എന്ന വ്യക്തിയോടല്ല, മനുവേട്ടൻ ആ കുടുംബത്തിലെ ആണല്ലോ എന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് പറഞ്ഞ് പപ്പയെ മനസ്സിലാക്കാം. അച്ഛൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അച്ഛനെ ഞാൻ ഇന്നും വിളിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അച്ഛനൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അച്ഛൻ ഇങ്ങനെ മനസ്സ് വിഷമിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് എനിക്കൊരു സന്തോഷം ഉണ്ടാവുക എന്നൊക്കെ അലീന തൻ്റെ സങ്കടങ്ങളൊക്കെ ഒതുക്കി വെച്ച് പറയുകയാണ്. ഇതേസമയം സിസ്റ്റർ പറയുന്നുണ്ട്, കുട്ടി മതി, ഇനി അല്പം കഴിഞ്ഞാവാം, അല്ലെങ്കിൽ വൈകുന്നേരമാവാം, അദ്ദേഹത്തെ ഒരുപാട് സംസാരിപ്പിക്കരുത്. വളരെ വേരിയേഷനോട് കൂടി തന്നെയാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സിസ്റ്ററിനെ തടഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇനി ഓക്കെ ആവും, ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ICUവിൽ കയറി കിടന്നതെന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, അതെ അത് വന്നപ്പോഴുള്ള ആ അവസ്ഥ വെച്ച് ഞങ്ങൾക്കും മനസ്സിലായത് തന്നെയാണെന്ന്. അലീനയും ഇത് കേട്ടുകൊണ്ട് ചിരിച്ച് അച്ഛൻ്റെ തലയൊക്കെ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛനോടായി അലീന ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും ഇപ്പോഴും മിണ്ടാറില്ലേ അച്ഛാ? ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ, എൻ്റെ മോളെ എനിക്ക് മിണ്ടുമ്പോഴാടി BP കൂടുക,
അതപ്പോൾ മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത്. BP കൂടുമ്പോഴല്ലേ ഞാൻ ഈ ICUവിലൊക്കെ കയറി കിടക്കേണ്ടി വരിക എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സിസ്റ്റർ അലീനയെ നിർബന്ധിച്ച് തന്നെ പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. അലീന അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ പുറത്ത് തന്നെ ഉണ്ടാകും, അച്ഛനെ റൂമിലേക്ക് ഇനി മാറ്റിയിട്ടേ ഞാൻ പോവുള്ളൂ എന്ന്. ബാലചന്ദ്രൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ സ്റ്റാൻലിക്കൊപ്പമാണോ വന്നതെന്ന്. അലീന പറയുന്നുണ്ട്, അതെ അച്ഛാ എന്ന്. അപ്പോൾ സ്റ്റാൻലി എവിടെ? പുറത്തുണ്ട്, എന്നെ മാത്രമാണ് അകത്തേക്ക് കയറാൻ അനുവദിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, വൈജ കണ്ടില്ലേ എന്ന്. ഞാൻ വന്നപ്പോൾ മുതൽ വൈജ മേഡം ഇവിടെ ഉണ്ടായിട്ടില്ല, എവിടെ പോയിന്ന് ഞാൻ ചോദിച്ചതുമില്ല. എന്തായാലും പപ്പയും റാണി ആൻറ്റിയും പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടെന്ന് അലീന പറയുകയാണ്. അപ്പോഴേക്കും സിസ്റ്റർ വീണ്ടും അലീനയെ നിർബന്ധിച്ചുകൊണ്ട് ICUവിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വന്ന അലീന നേരെ നോക്കുന്നത് മനുവിൻ്റെ മുഖത്തേക്ക് തന്നെയായിരുന്നു. മനുവിന് അപ്പോഴേ കാര്യം മനസ്സിലായി, അവളോട് അങ്കിൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന്. മനുവിന് അലീനയുടെ മുഖത്ത് നോക്കാനോ ഒന്നും കേട്ടിരിക്കാനുള്ളൊരു കരുത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മനു അവളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതേ സമയം സ്റ്റാൻലി അലീനയോട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ ഈ ഹോസ്പിറ്റൽ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. കാരണം ഇവിടെ വൈജയുടെ റിലേറ്റീവ്സും ഒക്കെ ഉള്ളതാണ്. നിന്നെ എന്തായാലും ഇപ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നതും ശരിയല്ലെന്നറിയാം, നീ എന്നോടൊപ്പം വരില്ലെന്നും അറിയാം. അതുകൊണ്ട് ഞങ്ങളങ്ങ് ഇറങ്ങുകയാണ് മോളെ, നീ നിൻ്റെ സഹോദരങ്ങൾക്കൊപ്പം സമാധാനമായിട്ട് തന്നെ നിന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞ് നടക്കാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാൻലിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് അലീന പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് പപ്പ എന്ന്. അപ്പോൾ സ്റ്റാൻലി അതിശയത്തോടു കൂടി തന്നെ അവളോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇപ്പോൾ എന്നോട് ഈ നന്ദി പറഞ്ഞത്? അതെനിക്ക് മനസ്സിലായില്ല. എനിക്ക് എൻ്റെ അച്ഛനെ കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്നതിന് മറ്റെന്തിനാണ് ഞാൻ നന്ദി പറയേണ്ടത്? അതെൻ്റെ കടമയല്ലേ. അയാൾ നിനക്ക് ആരാണെന്നും നീ അയാൾക്ക് ആരാണെന്നുള്ളതിന് തെളിവല്ലേ ഈ കണ്ടത്. ഈ 3 മക്കൾ ഇവിടെ ഇരിക്കുമ്പോഴും അയാളുടെ ഭാര്യയുടെ സഹോദരനുമൊക്കെ ഇരിക്കുമ്പോഴും അവരെയെല്ലാം മറികടന്നുകൊണ്ട് അയാൾക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ മനസ്സിൻ്റെ ഏത് കോണിലാണ് നിന്നെ അയാൾ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഈ പട്ടാളക്കാരനായ നിൻ്റെ പപ്പയ്ക്കുണ്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ തലയിൽ തലോടിക്കൊണ്ടിരിക്കുകയാണ്. രോഹിത്തിനെ മാത്രമാണ് തനിക്ക് നേരിട്ട് പരിചയമുള്ളത്. അതുകൊണ്ട് തന്നെ രോഹിത്തിനോട് ചെന്ന് സ്റ്റാൻലി സമാധാനപൂർവ്വം ഒന്നും വരില്ല, ടെൻഷൻ അടിക്കാതിരിക്കെ നിങ്ങളുടെ ചേച്ചിയെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിർത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിനോട് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് സ്റ്റാൻലിയും റാണി മോളും തിരിച്ചു പോകാൻ നിൽക്കുകയായിരുന്നു. ഇതേ സമയം മനുവിനെ കാണുന്ന സ്റ്റാൻലി അവനോട് മാത്രമായി പറയുന്നുണ്ട്, ഞാൻ പോവാണ്, ഞാൻ വിളിച്ചോളാം മേനോൻ്റെ വിവരങ്ങളൊക്കെ അറിയാനെന്ന് പറഞ്ഞുകൊണ്ട് അവർ യാത്ര തിരിക്കുകയാണ്. റാണി മോളും അലീനയോടായി യാത്ര പറയുന്നുണ്ട്. അലീനയ്ക്ക് ഒന്നും തന്നെ സംസാരിക്കാനുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം താൻ കാരണമാണ്, അല്ലെങ്കിൽ തന്നിൽ നിന്നുമുണ്ടായ ഇന്നത്തെ അനുഭവമാണ് അച്ഛനെ വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുന്നതെന്നും അച്ഛനിപ്പോൾ ഇന്ന് ഈ ICUവിൽ കിടക്കാനുണ്ടായ കാരണക്കാരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അലീനയ്ക്ക് ഒരു സമാധാനമുണ്ടായിരുന്നില്ല. അലീനയ്ക്ക് തൻ്റെ സഹോദരങ്ങളോട് വൈജയെക്കുറിച്ച് ചോദിക്കണമെന്നുമുണ്ടായിരുന്നു. എങ്കിലും ചോദിക്കാനും കഴിയുന്നില്ല. അലീന ചുറ്റുപാടും നോക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. അലീന അവസാനം കൃഷ്ണമോളോട് തന്നെ ചോദിക്കുകയാണ്, അമ്മ വന്നിട്ടില്ലേ മോളേന്ന്. കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒപ്പം വന്നില്ല ചേച്ചി. അച്ഛനിങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ ഞങ്ങൾ 3 പേരുമാണ് അച്ഛനെ ആംബുലൻസ് വിളിച്ച് കൊണ്ടുവന്നതെന്ന്. അലീന അപ്പോഴാണ് അവരോട് ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ രോഹിത്ത് തന്നെയാണ് പറയുന്നത്, ഞാൻ മുറിയിൽ എന്തോ ശബ്ദം കേട്ട് കയറി ചെന്നതാണ്. അച്ഛനൊരു പക്ഷേ നമ്മളെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. അച്ഛൻ അതിന് കഴിയാത്തത് കൊണ്ട് തന്നെ അച്ഛൻ അവിടെ ടേബിളിൽ വെച്ചിരുന്ന ആ ചില്ല ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കിയാണ് ഞങ്ങളെ ആ റൂമിലേക്ക് ശ്രദ്ധ ചെലുത്തിയത്. ഞാൻ ചെല്ലുമ്പോൾ അച്ഛൻ ഒരു അബോധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയായിരുന്നു. എങ്കിലും അച്ഛൻ മേശപ്പുറത്ത് എന്തോ തപ്പുന്നതായിട്ട് എനിക്ക് തോന്നി ചേച്ചി. അത് ഒരു പക്ഷേ മെഡിസിൻ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഏത് മെഡിസിനാണ് ആ സമയത്ത് അച്ഛന് കൊടുക്കേണ്ടതെന്ന് എനിക്കും ആ സമയത്ത് ഒരു പിടുത്തവും കിട്ടിയില്ല.
ഉടനെ തന്നെ ഞാൻ കൃഷ്ണമോളെയും ബബിതയെയും മുകളിലേക്ക് വിളിക്കുകയായിരുന്നു. അവർ മുകളിലേക്ക് വന്നപ്പോൾ കൃഷ്ണമോളാണോ ബബിതയോ അവരാരോ ആംബുലൻസ് വിളിക്കുകയും ചെയ്തു. ഉടനെ തന്നെ ആംബുലൻസ് എത്തി. അച്ഛനെ ഒരുപാട് പാടുപെട്ടാണ് ഞങ്ങൾ മുകളിൽ നിന്നും താഴേക്ക് എത്തിച്ചത്. അമ്മ ഒരു ശില കണക്കെ അത് നോക്കി നിൽക്കുകയായിരുന്നു. അമ്മയെ കുറ്റം പറയുകയല്ല, അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ആ സമയത്തൊരു പിടുത്തം കിട്ടാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അമ്മ വന്നിനി അച്ഛനെ പിടിക്കുമ്പോൾ അത് അച്ഛന് അതിൽ കൂടുതലുള്ളൊരു ടെൻഷൻ കയറുമോ എന്ന് ഭയന്നിട്ടാണോ, എല്ലാം നമുക്ക് കുറ്റമായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലെത്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ശിവശങ്കരൻ അങ്കിളിനുമായിട്ട് അമ്മയും എത്തി. അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മനുവേട്ടനും വന്നു. പിന്നെ ഡോക്ടറുമായി മനുവേട്ടൻ സംസാരിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഇടയ്ക്ക് ബോധം വന്നപ്പോൾ ചേച്ചിയെ കാണണമെന്ന് അച്ഛൻ നിർബന്ധമായി പറഞ്ഞുവെന്ന്. അതുകൊണ്ട് തന്നെയാണ് ചേച്ചിയെ ഉടനെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് അമ്മ എവിടെ? അറിയില്ല. ചേച്ചി വരുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഇവിടെ നിന്നിരുന്നതാണ് അങ്കിളുമായിട്ട്. ഞങ്ങളോട് ആരോടും അമ്മ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ മനുവേട്ടൻ തന്നെയായിരുന്നു മെഡിസിൻ എടുക്കാൻ പോയതും ഡോക്ടറോട് സംസാരിച്ചതും എല്ലാം. അമ്മ എവിടെ പോയെന്ന് അറിയില്ല ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ചുറ്റിലും നോക്കുന്നുണ്ട്. അപ്പോൾ അലീന അവരോടായി പറയുന്നുണ്ട്, നിങ്ങളെന്തായാലും ഇവിടെ ഇരിക്കേ, ഞാൻ മനുവേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. രോഹിത് അപ്പോൾ ചുറ്റിലും നോക്കിയിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, അതിന് മനുവേട്ടൻ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് വരാം രോഹിത്തെ, അവിടെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവും. അച്ഛൻ്റെ ഈ അവസ്ഥയിൽ മനുവേട്ടനും വല്ലാത്ത വിഷമമുണ്ടാവും. അതിൽ അങ്ങനെയാണല്ലോ, അവരെന്തുണ്ടെങ്കിലും പരസ്പരം സംസാരിക്കുന്നവരുമാണല്ലോ. അപ്പോൾ മനുവേട്ടന് പെട്ടെന്ന് അച്ഛൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് അലീന പറയുകയാണ്. അലീന ആ വരാന്തയിലൂടെ നടക്കുകയായിരുന്നു. അവൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ലെഫ്റ്റും റൈറ്റും ഒക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മനു അവിടെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടോ എന്ന്. അലീനയ്ക്ക് മനസ്സിലായിരുന്നു മനുവിൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമം തട്ടിയിട്ടുണ്ട്. ആ വിഷമം അവൻ പങ്കുവെച്ചത് തൻ്റെ അങ്കിളിൻ്റെ അടുത്തു. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പക്വത അലീനയ്ക്കുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം മനുവിനോട് ഒരു ദേഷ്യഭാവം അവൾ കാണിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും താൻ ചെയ്തു പോയതൊരു അപരാധമാണോ, തെറ്റായിപ്പോയോ എന്നൊക്കെയുള്ള കുറ്റബോധം കൊണ്ടായിരിക്കാം അലീനയുടെ മുമ്പിലേക്ക് വരാതെ മനു മാറി നടക്കുന്നത്. പെട്ടെന്നായിരുന്നു അലീന പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ഇരിപ്പിടത്തിലായിട്ട് മനു ഇരിക്കുന്നത് അലീന കാണുകയായിരുന്നു. അലീന പെട്ടെന്ന് തന്നെ മനുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.